സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. പാലക്കാട് മണ്ണാർക്കാട് വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. അട്ടപ്പാടി ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗത കുരുക്കുണ്ടായി. കോഴിക്കോട് വടകര പേരാമ്പ്ര സംസ്ഥാന പാതയിൽ മരം റോഡിലേക്ക് കടപുഴകി വീണ് ഗതാഗതം സ്തംഭിച്ചു. കോഴിക്കോട് നിന്ന് നന്ദഗോപാൽ ചേരുന്ന വിശദാംശങ്ങളുമായി. നന്ദു, ശക്തമായ മഴയാണ്, ഇതുവരെ തോർന്നിട്ടില്ല. പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും മഴ തുടരുകയാണ്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? നിലവിൽ വടക്കൻ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ മഴയെ തുടർന്ന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആനമൂളിയിലാണ് മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഒരു വഴിയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലും മരം വീണ് അപകടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങൾക്ക് കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇവിടെയും ഗതാഗതം പൂർണ്ണമായും നിലച്ച നിലയിലാണ് ഉണ്ടായിട്ടുള്ളത്. തച്ചമ്പാറയിലും കാര്യമായ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തച്ചമ്പാറയിൽ കാറും വീടും മരം വീണ് തകർന്നിട്ടുണ്ട്. തച്ചമ്പാറ കുന്നംതിരുത്തി വീട്ടിൽ രാധാകൃഷ്ണന്റെ വീട്ടുവളപ്പിലാണ് മരം വീണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. അതോടൊപ്പം തന്നെ അലനല്ലൂരിൽ മുള്ളത്ത് തെരുവിൽ ശാന്തിയുടെ വീട്ടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ഇവിടെ വീട് പണി നടക്കുകയായിരുന്നു. ഇതിനിടെയാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത്. വീട് പണി നടക്കുന്നതോട് കൊണ്ട് തന്നെ ഈ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് ഈ അപകടം അറിഞ്ഞാണ് ഇവർ ഇങ്ങോട്ട് എത്തുകയും ചെയ്തത്. ഏതായാലും ഇവരുടെ വീടിന്റെ സുരക്ഷയും വലിയ ആശങ്കയിലാണ് ഉള്ളത്. ഈ ഭാഗത്ത് മണ്ണിടിയൽ രൂക്ഷമാണ് എന്നുള്ളതാണ് നിലവിൽ പരിശോധനയിൽ നിന്നും മനസ്സിലായത്. ഏതായാലും കോഴിക്കോട് ജില്ലയിലും സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് വടകര പേരാമ്പ്ര സംസ്ഥാന പാതയിൽ തോടന്നൂരിൽ മരം കടപുഴകി റോഡിലേക്ക് വീണിട്ടുണ്ട്. സ്ഥലത്ത് ഗതാഗതം സ്തംഭിച്ച നിലയിലാണ്. ഇവിടേക്ക് അഗ്നിരക്ഷാ സേനയും ഒപ്പം തന്നെ വൈദ്യുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും എത്തി ഈ മരം ഇവിടെ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് മുക്കത്തും സമാനമായ രീതിയിൽ മരം പൊട്ടി വീണിട്ടുണ്ട്. ഇവിടെയും ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട്. ഇവിടെയും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.